പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതി മരിച്ച സംഭവത്തിൽ ആശാ ശരത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ശസ്ത്രക്രിയയിൽ സങ്കീർണതകളുണ്ടായി. ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്നാണ് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വരികളുമായി നിഷ ദിലീപ് ചിരികൾ. നിഷ, ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയുടെ യുവതി മരിച്ച സംഭവത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശസ്ത്രക്രിയയിൽ സങ്കീർണതകളുണ്ടായി. ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്നാണ് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതെന്നുമാണ് റിപ്പോർട്ടിൽ പരാമർശം. വിരളമായി നിഷ ദിലീപ് ചിരികയാണ്. നിഷ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? കെ.പി. ബന്ധുക്കൾ ആരോപിച്ചതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ യുവതിയുടെ മരണത്തിലേക്ക് നയിച്ചത് ഈ ലാപ്രോസ്കോപ്പിക്കിടെയുണ്ടായ സങ്കീർണതകൾ തന്നെ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ശസ്ത്രക്രിയക്കിടയിൽ സങ്കീർണതകൾ ഉണ്ടായി. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നില്ല. ഈ തലച്ചോറിൽ നീർക്കെട്ടുണ്ടായി, ഒപ്പം തന്നെ ശ്വാസം ഹൃദയത്തിലേക്കുള്ള ഒരു ഹൃദയ ധമനികളിലേക്കുള്ള പ്രവർത്തനം നിലച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തലച്ചോറിൽ നീർക്കെട്ടുണ്ടായി, രക്തം പമ്പ് ചെയ്യുന്നതിന് വ്യത്യാസം വന്നു. ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത്. ഒപ്പം തന്നെ ഈ സങ്കീർണതകൾ പക്ഷേ ഏത് തരത്തിലുള്ള സങ്കീർണതകളാണ് ഈ ശസ്ത്രക്രിയക്കിടയിൽ ഉണ്ടായതെന്നുള്ള കാര്യം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നില്ല. എന്തായാലും ഈ ആശ മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും വാർത്താ പ്രാധാന്യം നേടിയ സംഭവമായിട്ട് പോലും ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ആശയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കാര്യത്തിലും ബന്ധുക്കളുമായി ആശുപത്രി അധികൃതരുമായി തർക്കമുണ്ടായിരുന്നു. കാരണം ബന്ധുക്കളുടെ ആവശ്യപ്രകാരം വിദഗ്ധരായ പോലീസ് സർജന്മാരുടെ സംഘം പോസ്റ്റ്മോർട്ടം നടത്തണമെന്നായിരുന്നു ഇവർ ആവശ്യപ്പെട്ടത്. പക്ഷേ അതിനു മുൻപ് ഈ ആശുപത്രി അധികൃതർ പോസ്റ്റ്മോർട്ടം നടത്താനായി തിടുക്കപ്പെട്ടു. ഉടൻ തന്നെ ഈ ബന്ധുക്കൾ കളക്ടറെ കണ്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ഈ വിദഗ്ധരായ പോലീസ് സർജന്മാരുടെ നേതൃത്വത്തിലായിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിൽ വിദഗ്ധ സർജന്മാർ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ സങ്കീർണതകളുണ്ട്, അതായത് ശസ്ത്രക്രിയക്കിടയിൽ സങ്കീർണതകളുണ്ടായി. സാധാരണ ഈ താക്കോൽദ്വാര ശസ്ത്രക്രിയകൾ നടത്തുമ്പോൾ ഒരു തരത്തിലുള്ള സങ്കീർണതകളും ഉണ്ടാവാറില്ല. ഉണ്ടായാൽ തന്നെ വളരെ വിരളമാണ്. പക്ഷെ ആശയുടെ കാര്യത്തിൽ സംഭവിച്ചത്, ആശ കഴിഞ്ഞ ഡിസംബറിൽ ഈ ഒരു ശസ്ത്രക്രിയക്ക് വിധേയമാവാനിരുന്നതാണ്. അന്ന് എല്ലാ രീതിയിലുമുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയതാണ്. ഡോക്ടറുടെ ഈ ടെസ്റ്റുകളൊക്കെ തന്നെ നടത്തി ആശയ്ക്ക് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് പോലും ആശ വിധേയമായത്. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാരുടെ പിഴവ്, ആ സമയത്ത് കടപ്പുറം ആശുപത്രിയിലെ ഡോക്ടർമാർക്കുണ്ടായ പിഴവ് തന്നെയാണ് യുവതിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മാത്രമല്ല, ഈ ആശയെ നോക്കിയിരുന്ന സ്ഥിരമായി ഈ ഒരു സർജറിക്ക് വിധേയമാകുന്നതിന് മുമ്പ് ആശ സ്ഥിരമായി കണ്ടിരുന്ന ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, ഒരു ലേഡി ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. പക്ഷേ ആ ഡോക്ടർ അല്ലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നതെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. ആശ സർജറിക്കായി ചെന്ന സമയത്ത് ഒരു മെയിൽ ഡോക്ടറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആശയ്ക്കൊപ്പം തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാവാനായി 8-ലധികം പേർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. പക്ഷേ ഈ ഡോക്ടർ മാറിയത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാവാൻ എത്തിയ യുവതികളെല്ലാം തന്നെ മാറുകയും ആശ ഒരാൾക്ക് മാത്രമാണ് അന്ന് ഓപ്പറേഷൻ നടക്കുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു സർജറി തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ കോംപ്ലിക്കേഷനിലായി എന്നാണ് ആശയുടെ ബന്ധു പറഞ്ഞത്. എന്തായാലും ബന്ധുക്കൾ ആരോപിക്കുന്നത് പോലെ തന്നെ ശസ്ത്രക്രിയക്കിടയിലുണ്ടായ പിഴവ്, ഡോക്ടർമാർക്കുണ്ടായ പിഴവ് തന്നെയാണ് യുവതിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന കാര്യമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. കെ.പി. ആലപ്പുഴയിൽ നിന്നും നിഷ ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്.